Good afternoon. Okay. കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടിട്ട്. വിഷു ഒക്കെ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു വിഷു ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നോ ആഘോഷം? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും വിഷു ഒക്കെ നല്ലോണം ആഘോഷിച്ചില്ലേ? അടിപൊളി. ഓക്കെ. എന്താണ് നിങ്ങളുടെ റിപ്ലൈ ഇല്ലാത്തതെന്ന് ഞാൻ വിചാരിച്ചത്. എല്ലാവരും ഉറക്കത്തിലാണോ? ഒരു ക്ലാസ് കഴിഞ്ഞതിന്റെ ക്ഷീണാണോ? അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് നാളെ പെസഹ, ഈസ്റ്റർ, അതിന്റെയൊക്കെ തിരക്കാണല്ലോ എല്ലാവരും. ഓക്കെ. ഇപ്പോ നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നമുക്ക് അവധിയായിരുന്നു അല്ലേ? വെള്ളി കിട്ടി, പിന്നെ ശനി, ഞായർ, തിങ്കള്, പിന്നെ നമുക്ക് ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നാണ് നമുക്ക് ക്ലാസ് വന്നത് അല്ലെ? കുറച്ച് ദിവസങ്ങളായി നിങ്ങളെ കണ്ടിട്ട്. ഓക്കെ. അപ്പോ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. വീട്ടിലൊന്നും പോയില്ല, നമുക്കിവിടെ വീട്ടിലൊന്നും ഇല്ലല്ലോ, ദിവസം ഇല്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിലൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോ അടുത്ത ദിവസം ഒഴിവ് കിട്ടുമ്പോ പോകാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞായറാഴ്ച ഒഴിവുണ്ടല്ലോ. ഓക്കെ. നമ്മൾ എവിടെയൊക്കെ പഠിച്ചാലൊക്കെ ഓർക്കണ്ടോ? കുറച്ച് ദിവസം ആയതുകൊണ്ടൊക്കെ മറന്നുപോയോ? ഇത് ചാപ്റ്റർ ആണ് നമ്മുടെ തേർഡ് മൊഡ്യൂള് തുടങ്ങിയായിരുന്നു അല്ലേ? ഇതില് തേർഡ് മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എത്രാമത്തെ ആയിരുന്നു? തേർഡ് മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ അല്ലെ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽ. അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. എവിടെ വരെ പറഞ്ഞത്? സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. അതിന്റെ എത്രാമത്തെ? 2, 4, 6 പോയിന്റ്സ് വരെ എത്തി പറഞ്ഞല്ലേ? ഇലക്ട്രിക് ഗുഡ്സ് 5-6 പോയിന്റ് പറഞ്ഞില്ലേ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്വിച്ചുകളുടെ അടുത്തൊക്കെ നമുക്ക് ഈർപ്പം, അതുപോലെ തന്നെ വയറിംഗ് ഉപകരണങ്ങളുടെ അടുത്തും സ്വിച്ചിന്റെ അടുത്തൊക്കെ ഈർപ്പം നമ്മൾ നിൽക്കാതെ അല്ലെങ്കിൽ നനവില്ലാത്ത രീതിയിൽ വെക്കണം. പിന്നെ പ്ലഗ്, ഇലക്ട്രിക് കോഡുകളൊക്കെ നമുക്ക് ഇങ്ങനെ ചൂടാവാതെയോ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യാതെ, ഇലക്ട്രിക് ഡാമേജ്, ഇൻസുലേഷൻ ഒക്കെ ഇലക്ട്രിക് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ സംരക്ഷിക്കണം. വയറുകൾ കേട്ടോ, ഇലക്ട്രിക് വയറുകളെ സംരക്ഷിക്കണം. പിന്നെ കോഡ്, പ്ലഗ്, സ്വിച്ചസ്, ഔട്ട്ലെറ്റ്, ഇതൊക്കെ നമുക്ക് ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ റെഗുലർ ആയിട്ട് അത് ചെക്ക് ചെയ്യണം. ഇലക്ട്രിക് ഫോൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം അല്ലെ? ചെറിയ ഷോക്കോ, സ്വിച്ചുകളൊക്കെ ആണെങ്കിലും അതേ ഹീറ്റ് ആവുമോ, അല്ലെങ്കിൽ സ്പാർക്കിങ്, അതിൽ നിന്ന് സ്പാർക്ക് വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നോയിസ്, പൊട്ടുന്ന ചീറ്റുന്ന ശബ്ദങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വാണിംഗ് ആണ് അല്ലെ? അത് നമുക്ക് അതായി എക്യുപ്മെന്റ് അല്ലെങ്കിൽ അത് തെറ്റ്, അതിന്റെ പ്രവർത്തനം ശരിയല്ല, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു ഇലക്ട്രിക് ഫോൾട്ട് കാണിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ റിപ്പോർട്ട് ചെയ്യുക. ഇലക്ട്രിക് ഔട്ട്ലെറ്റ്, അതാ നമ്മൾ കുത്തുന്ന പ്ലഗ് അതിന് കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? നമ്മൾ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യോ ഡിസ്കണക്ട് ചെയ്യോ ചെയ്യുമ്പോൾ സ്വിച്ച് എപ്പോഴും ഏത് പൊസിഷനിലായിരിക്കണം? ഓഫ് പൊസിഷനിലായിരിക്കണം. പിന്നെ അടുത്തത് പറഞ്ഞത് 3 വയർ ഗ്രൗണ്ട് പ്ലഗുകളാണ് പ്രൊട്ടക്ഷന് നല്ലത്. 2 പിന്നിനേക്കായ 3 വയർ ഗ്രൗണ്ട് പ്ലഗുകളാണ് നല്ലത്. പിന്നെ വയർ ലാംസുകൾ, നമ്മൾ പറഞ്ഞ മാല ബൾബ് പോലെയൊക്കെ വയറും ബൾബും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്താ കർട്ടനോ മറ്റുള്ള അങ്ങനെ എന്തെങ്കിലും തീ പിടിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ്, ഫർണിച്ചർ, പാക്കിംഗ് മെറ്റീരിയൽ, ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് ഫ്രീ ആയിട്ട് വെക്കണം. പിന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കി, ഡു നോട്ട് യൂസ് any portable electrical equipment till the engineering department check ആണ് കേട്ടോ, CHECKS, checks it for safety. ഇനി പോർട്ടബിൾ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ്, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന എക്യുപ്മെന്റ്സുകൾ അത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. കയ്യിൽ കൊണ്ട് നടക്കുന്ന പോലെയുള്ള എക്യുപ്മെന്റ്സ് ആണ് അത്. നമ്മളപ്പോ നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ട് നടക്കുമ്പോൾ എന്താ? അതിന്റെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെ? എവിടെയെങ്കിലും വെച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ലാപ്ടോപ്പ് അല്ല, ഐപാഡ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്താണ്? അതൊക്കെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം. അത് എന്ത് പറഞ്ഞേക്കുന്ന ഈസ് ഡു നോട്ട് യൂസ് എനി പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്
Till the engineering department check it for safety. അതിന്റെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ എക്യുപ്മെന്റിന്റെ സേഫ്റ്റി സുരക്ഷ അത് ഉറപ്പാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് സേഫ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സേഫ്റ്റി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ കുറച്ചുകൂടി നമ്മൾ സേഫ്റ്റി കാര്യങ്ങൾ നോക്കണം. അതിന്റെ സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത്രയാണ് സേഫ്റ്റിയും ഇലക്ട്രിക് ഗുഡ്സ് എന്ന് പറഞ്ഞതിൽ വന്നത്. കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട് അതിനകത്ത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ the following is comes under safety in electric goods അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ നോട്ട് comes under safety in electric goods ആ രീതിയിലും ചോദിക്കാം. രണ്ട് രീതിയിൽ ചോദിക്കാം. പിന്നെ നമ്മൾ കുറച്ച് പോയിന്റ് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് സെക്യൂരിറ്റി ആണ്, സുരക്ഷ. ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്. ഹോസ്പിറ്റലിന് എങ്ങനെ നഷ്ടം സംഭവിക്കാം, ഏതെല്ലാം രീതിയിൽ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം നോക്കിയേ. ഫസ്റ്റ് എംഫസൽമെന്റ് പിൽഫറേജ്. എംഫസൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തട്ടിപ്പ് അല്ലെ, തട്ടിപ്പ് വഴി. പിൽഫറേജ് മോഷണം അല്ലെ, എന്തെങ്കിലുമൊക്കെ മറ്റേ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളാണെങ്കിലും നമുക്ക് എന്താ അത് മോഷണം പോകാം. അങ്ങനെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തിയിട്ട് ഹോസ്പിറ്റലിന് എന്താ പറയാ നഷ്ടം സംഭവിക്കാം. അടുത്ത നോക്കിയേ, കിക്ക് ബാക്സ് ആൻഡ് കൊലൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കിക്ക് ബാക്സ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് വെച്ചാൽ ഒത്തുകളി വഴി ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. പൊള്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. എക്യുപ്മെന്റ്സുകള് അവിടുത്തെ ഉപകരണങ്ങള് സാധനങ്ങളൊക്കെ നമുക്കിപ്പോ ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്തിട്ട് ഇന്ന സാധനം എനിക്ക് ഇങ്ങനെ അവിടെ നിന്ന് എടുത്തു തരുമോ എന്നൊക്കെ കുറച്ച് പൈസ കൊടുത്തിട്ട് അങ്ങനെ വേറൊരാള് മുഖ്യന്തരം വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ട് വരാം അല്ലെ. അങ്ങനെ ഹോസ്പിറ്റലിന് നഷ്ടം വരാം. അല്ലെങ്കിൽ ഒത്തുകളി വഴി ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ളവര് കുറച്ച് പേര് ഗ്യാങ് കൂടിയിട്ട് അവര് വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയും ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. കിക്ക് ബാക്സ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി, പൊള്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തുകളി. അടുത്ത നോക്കിയ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. പേഴ്സണൽ വ്യക്തിഗത സ്വത്ത് മോഷണം. ആരെയും കൂട്ടൊന്നും പിടിക്കാതെ നമ്മൾ പേഴ്സണൽ ആയിട്ട് അവിടുത്തെ എന്തെങ്കിലും സ്വത്തുക്കള് മോഷ്ടിക്കാം. ഓക്കെ, പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. അടുത്തത് പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്. പേറോൾ ഫ്രോഡ് എന്ന് വെച്ചാൽ ശമ്പള തട്ടിപ്പ്. പേറോൾ ഫ്രോഡ് ശമ്പള തട്ടിപ്പ്. പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് that include frauds in punching the time clock. അതായത് ടൈം ക്ലോക്ക് പഞ്ചിങ് ഉൾപ്പെടെയുള്ള ശമ്പള തട്ടിപ്പ്. എങ്ങനെയാ എന്താ പറയുന്നത്? ഇപ്പൊ നമ്മളിപ്പോ എല്ലായിടത്തും പഞ്ചിങ് വെച്ചു അല്ലെ. മിക്ക ഓഫീസുകളിലും എല്ലാവിടുത്തെ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റലിലും ഒക്കെ പഞ്ചിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ? കറക്റ്റ് ടൈമിൽ വന്നെ അല്ലെ. ഇത്ര മണി അപ്പൊ നമുക്ക് ആ പഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ മിനിറ്റ് അടക്കം നമ്മൾ എപ്പോഴാ ജോയിൻ ചെയ്തേ അത് കയറിയേ എന്നുള്ളത് അറിയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു ബുക്കിൽ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് സമയം വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇപ്പൊ 10 മണിക്ക് ജോലിക്ക് കയറേണ്ട ഒരാള് 10:15 വന്നിട്ട് 10 മണിന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് പറയാ, അങ്ങനെ നമുക്ക് ഇത് വരാം. അത് ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ ആ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്, അതായത് പഞ്ചിങ് ഉൾപ്പെടെ. അപ്പൊ അതിൽ വല്ല ടൈമും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് അറിയില്ല എങ്കിൽ നമുക്കൊരു പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ആണ്. നമുക്ക് ആ പഞ്ചിങ് ടൈം ഇവിടെ പഞ്ചിങ്ങില് ആ ടൈമിൽ വല്ല അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തോ അങ്ങനെയൊക്കെ നമുക്ക് ശമ്പളം തട്ടിപ്പ്. ഇപ്പൊ 1/2 മണിക്കൂർ ഞാൻ വൈകിയ വന്നേ
ഇപ്പൊ നമ്മുടെ അവർലി ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും പൈസ കട്ടാവില്ലേ? ഇപ്പൊ ഞാനത് അത് കറക്റ്റ് സമയത്ത് തന്നെ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ പഞ്ചിണയിൽ എന്തെങ്കിലും തിരിമറി കാണിച്ചു വെച്ചാൽ എനിക്ക് 1/2 മണിക്കൂർ കൂടിയും നമുക്ക് എന്താ പറയാ ആ ജോലിയുടെ പൈസ ഞാൻ ജോലി ചെയ്യാതെ എനിക്ക് പൈസ കിട്ടൂലേ? അല്ലേ? അപ്പൊ അതുപോലെ അങ്ങനെയുള്ളത് ശമ്പളത്തില് തട്ടിപ്പ് വരാം. അപ്പൊ നമ്മുടെ നോർമൽ സാലറി ശരിക്കും അത്രയും വരില്ല ശരിക്കും നോക്കുമ്പോ. അപ്പൊ ഞാനത് അതിൽ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചിട്ട് ചെറിയ കള്ളത്തരം കാണിച്ചിട്ട് എനിക്ക് ആ എന്താ പറയാ അതില് ആ ഒരു പൈസ ഞാനിപ്പോ ചെയ്യാത്ത അല്ലെങ്കിൽ എനിക്ക് അർഹമല്ലാത്ത പൈസ എനിക്ക് മേടിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ. ഇനി അടുത്ത് നോക്കിയേ, ക്യാഷ് തെഫ്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് ദ മെയിൻ കാഷ്യർ, സബ്സിഡറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ. പിന്നെ അതുപോലെ ഹോസ്പിറ്റലില് കാശായിട്ട് മോഷണം പോവാം. ക്യാഷ് തെഫ്റ്റ് ഏതൊക്കെ ഉൾപ്പെടുന്ന മെയിൻ കാഷ്യർ. മെയിൻ കാഷ്യർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പൈസ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് അല്ലെ കാഷ്യർ. അപ്പൊ അവർക്ക് വല്ല ഈ ക്യാഷിൽ എന്തെങ്കിലും കണക്കിലൊക്കെ ഒരു ചെറിയൊരു കള്ളത്തരൊക്കെ കാണിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് പൈസ എടുക്കാലോ. എന്നുവെച്ചാൽ ഓരോ ദിവസവും ലക്ഷങ്ങളുടെ കണക്കൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന് വല്ല 1000 2000 ഒക്കെ മറിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വന്നില്ല അല്ലെ? അപ്പൊ മെയിൻ കാഷ്യർ ഉൾപ്പെടെ അതിന്റെ താഴെ വരുന്നതാണ് സബ്സിഡറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ, കഫേയിൽ നിൽക്കുന്ന അങ്ങനെയുള്ള കാഷ്യർ ഒക്കെ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന ക്യാഷ് തെഫ്റ്റുകള്, പൈസ മോഷണങ്ങള് ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. അടുത്ത് നോക്കിയേ, ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ്, സ്റ്റോറിംഗ്. ഫ്രോഡുലന്റ് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ വഞ്ചനാപരമായ രീതികള്. ഫ്രോഡുലന്റ് പ്രാക്ടീസസ് വഞ്ചനാപരമായ രീതികള് ഏതില്? ഇൻ പർച്ചേസിങ്. ഇപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ആണെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ സാധനങ്ങൾ ഒരുപാട് ബൾക്കായിട്ടല്ലേ പർച്ചേസ് ചെയ്യണത്. അപ്പൊ പർച്ചേസിങ്ങില് നമുക്ക് ചിലപ്പോ വേണമെങ്കിൽ ബില്ലിലോ അല്ലെങ്കിൽ സാധനങ്ങള് കൊണ്ടുവരലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്ത് കാണിക്കാം? എല്ലാ തട്ടിപ്പുകൾ കാണിക്കാം. അല്ലെങ്കിൽ അത് മേടിക്കുമ്പോൾ റിസീവ് ചെയ്യുമ്പോൾ പിന്നെ അത് സ്റ്റോർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് എന്താ വഞ്ചനാപരമായ രീതികള് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിന് അതിൽ കൂടെ നഷ്ടം സംഭവിക്കാം. ഇപ്പൊ ഒരു നമ്മൾ പറയുന്ന കള്ളക്കണക്കൊക്കെ എഴുതുന്നൊക്കെ പറയില്ലേ? പർച്ചേസിൽ ഇത്ര ഐറ്റം വാങ്ങി അതിൽ ചിലപ്പോൾ 2 എണ്ണം കൂടി എക്സ്ട്രാ കാണിച്ചിട്ട് അവിടെ കുറച്ച് കാണിച്ചാൽ മതിയാവും. അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ആണ് ആ നഷ്ടം സംഭവിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ വരാം. പിന്നെ ലാസ്റ്റ് നോക്കിയ ഫ്രോഡ് ഇൻ രജിസ്റ്റർ, റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ്. കമ്പ്യൂട്ടർ ഫ്രോഡ് രജിസ്റ്ററിൽ കാണിക്കാം. രജിസ്റ്റർ എഴുതുമ്പോൾ അതിൽ വല്ല ചിലപ്പോ കണക്കിലോ അല്ല ഇതിലും അങ്ങനെ വല്ല തട്ടിപ്പ് കാണിക്കാം. റെക്കോർഡുകളില്, ബില്ലിങ്ങില് ഇതുപോലെ ബില്ലൊക്കെ അടയ്ക്കപ്പോഴ് ബില്ലിലൊക്കെ വേണമെങ്കിൽ കുറച്ച് എമൗണ്ട് ഒക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൈസ വല്ല മേടിച്ച് ഹോസ്പിറ്റലില് എന്താ നഷ്ടം വരുന്ന രീതിയിൽ നമുക്ക് ബില്ലുകളും കാര്യങ്ങളൊക്കെ അതിലൊക്കെ എന്തെങ്കിലും തട്ടിപ്പുകൾ കാണിക്കാം. അതായത് നോക്കിയേ, കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെയുള്ള സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയും അതിനകത്തും എന്താ പറയാ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ രീതികളിലെല്ലാം ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ് 2 പോയിന്റ് ആണ്. എംഫസ്മെന്റ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പും മോഷണവും. എംഫസൽമെന്റ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്. എംഫസൽമെന്റ് തട്ടിപ്പ് നടത്തൂലേ, തട്ടിപ്പിലൂടെ അങ്ങനെ പോകാം. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. പിന്നെ കിക്ക് ബാക്സ് ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് വെച്ചാൽ കിക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ കൈക്കൂലി. അറിയില്ലാത്തവർ അവിടെ മീനിങ് ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. കിക്ക് ബാക്സ് കൈക്കൂലി. ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തുകളി. ഇപ്പൊ കുറച്ചു പേര് ഗ്യാങ് കൂടിയിട്ടേ, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണെങ്കിൽ കുറച്ചു പേര് ഗ്യാങ് കൂടിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചോണ്ട് പോരാ. അപ്പോഴും ആർക്കും നഷ്ടം വരുന്നേ? ഹോസ്പിറ്റലിനല്ലേ നഷ്ടം വരുന്നത്. അങ്ങനെ കിക്ക് ബാക്സ് ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്, കൈക്കൂലി, ഒത്തുകളി. കിട്ടിയോ? 2 പോയിന്റ് കിട്ടിയോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ് അതിനകത്ത് മനസ്സിലാവാത്തുണ്ടോ? ടെംഷീനയാണ് 2 പോയിന്റ് ചോദിച്ചത്. ഫസ്റ്റ് 2 പോയിന്റ് ഒന്നുകൂടി പറയാമെന്ന്. ഓക്കെ അല്ലേ? അത് തട്ടിപ്പ്, മോഷണം, പിന്നെ അടുത്ത കൈക്കൂലി, ഒത്തുകളി വഴി, പിന്നെ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിഗത സ്വത്ത് മോഷണം. ആരെയും കൂട്ടാതെ പേഴ്സണൽ ആയിട്ട്
നമുക്ക് അവിടുത്തെ സ്വത്തുക്കൾ മോഷ്ടിക്കാം. പിന്നെ പേറോൾ ഫ്രോഡ്, that include fraud in punching the time clock. പേറോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ശമ്പളം തട്ടിപ്പുകൾ, അതായത് ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്, പഞ്ചിങ്ങില് ഉൾപ്പെടെയുള്ള തട്ടിപ്പില് നമുക്ക് ശമ്പള തട്ടിപ്പുകൾ നടത്താം. പിന്നെ ക്യാഷ് തെഫ്റ്റ്, മെയിൻ കാഷ്യർ, സബ്സിഡറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ, ഇവരൊക്കെ ഉൾപ്പെടുന്ന എന്താ ക്യാഷ് തെഫ്റ്റ് വരാം. പിന്നെ അടുത്തത് ഈ നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറിങ്, മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുമ്പോഴൊക്കെ എന്താ വഞ്ചനാപരമായ രീതികളിലൂടെ വരാം. ഇനി ലാസ്റ്റ് പോയിന്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഫ്രോഡ് ഇൻ രജിസ്റ്റർ. നമ്മൾ രജിസ്റ്ററുകൾ വെക്കൂലേ, അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യൂലേ, അതില് റെക്കോർഡുകളില്, ബില്ലിങ്ങില്, ഇതിലൊക്കെ നമുക്ക് എന്താണ് ഫ്രോഡ് കാണിക്കാം, തട്ടിപ്പ് കാണിക്കാം. ഏതായാലും നോക്കിയ കമ്പ്യൂട്ടർ ഫ്രോഡ്, കമ്പ്യൂട്ടറിലും നമുക്ക് ചിലപ്പോൾ സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ അങ്ങനെയും വേണമെങ്കിൽ എന്താ തട്ടിപ്പുകൾ കാണിക്കാം. ഇതെല്ലാ രീതിയും എന്താ പറയുന്നത് ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചോദിക്കാം കേട്ടോ. ഹൗ ദ ഹോസ്പിറ്റൽ സഫർ ലോസ്, ഹോസ്പിറ്റലിന് എങ്ങനെ നഷ്ടം സംഭവിക്കാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ്, ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. 1-2 പോയിന്റ് ഒക്കെ ചിലപ്പോൾ തരും. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യണയാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതിനെ കൺട്രോൾ നോക്കി, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? The method of internal control, physical security, internal control. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ളത്, അതായത് ഇവിടുത്തെ തന്നിട്ട് ഫിസിക്കൽ ശാരീരികമായ സുരക്ഷ, അതായത് ഓരോ ഇതിലും നമുക്ക് പ്രൊസീജിയർ അല്ല, നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളോ നമുക്കത് ഇങ്ങനെ ഇതിന് സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആന്തരികമായിട്ടുള്ള ഉള്ളിലുള്ള കൺട്രോൾ എന്തൊക്കെയാണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിന് ഹോസ്പിറ്റലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കി, പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗണസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ച് കടക്കുക, ഇൻസ്ട്രക്ഷൻ അതിക്രമിച്ച് കടക്കുക. ഫ്രം outside and legal movements of goods from within, അതായത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളിൽ നിന്നോ അകത്തു നിന്നുള്ള ചരക്ക്, അനധികൃതമായിട്ടുള്ള ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നോ നമുക്ക് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗൈൻസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഔട്ട്സൈഡ്, പുറത്തു നിന്നുള്ള അതിക്രമിച്ച് കയറുക, ഒഴിഞ്ഞു കയറ്റത്തിൽ നിന്നോ, പുറത്തു നിന്നൊക്കെ ആണെങ്കിലേ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി അത് അതിക്രമിച്ച് കടന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സംരക്ഷണം നൽകാം. ആൻഡ് ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, പുറത്തു നിന്നുള്ള അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നും നമുക്ക് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാം. അടുത്തത് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യാം. ഇതൊക്കെ ഈ നമ്മള് കുറെ ആളുകൾ എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കയറുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ഹോസ്പിറ്റലിന് എന്താ പറയാ, നമുക്ക് ഒരു സെക്യൂരിറ്റി, ഒരു സുരക്ഷയില്ല അല്ലെ. ആളുകൾ ആരൊക്കെയോ കയറുന്നു, കുറെ പേര് ഇറങ്ങണു, നമുക്കൊരു കണക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവരിങ്ങനെ അളവില്ലാത്ത ആളുകളും വലിയ തിരക്കും ഒക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ടോ ഇതൊന്നും നമ്മൾ അറിയില്ല അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഇതാകാൻ എന്താ, നമുക്ക് ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യാം. അതാണ് നമ്മൾ പാസ്സൊക്കെ ഹോസ്പിറ്റലുകൾക്ക് ഒരു പരിധി വരെ വെച്ചേക്കുന്നത്. അവിടുത്തെ തിരക്കുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. കിടക്കുന്ന ആളും ഒരു ബൈസ്റ്റാൻഡർ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പൊ ഇതുപോലെ പാസ്സൊക്കെ വരുമ്പോ ആ പാസ് കയ്യിലുള്ളവർക്കേ കയറാമുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെയാണ് വിസിറ്റേഴ്സിനെ അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടി ഒരു റെസ്ട്രിക്ഷൻ വരും അവിടെ അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ പോയിന്റിൽ എന്താ, കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുക. ഡ്രൈവേഴ്സിനെ, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്,
ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ആ ട്രാഫിക് ഇതിൽ നിന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുക. ഒരുപാട് വെൻഡേഴ്സ് വരാതെ കോൺട്രാക്ടർമാര്, ഡ്രൈവേഴ്സ് ഇതിനൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതെ, ഇതിന്റെ ഭാഗം ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ഇവിടെ നോക്കിയേ, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്, വസ്തു ഉടമ, കച്ചവടക്കാര് എന്നൊക്കെ ഉള്ള മീനിങ് ആണ് വെൻഡേഴ്സ്. കച്ചവടക്കാർ അല്ലെങ്കിൽ വസ്തു ഉടമ. ഇനി അപ്പൊ 2 പോയിന്റാണ് അവിടെ. ഫിസിക്കൽ സെക്യൂരിറ്റി, അതായത് ശാരീരികമായ സുരക്ഷ, ആളുകൾക്കൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളത്. ശാരീരികമായ സുരക്ഷ ഇന്റേണൽ കൺട്രോളിൽ വരുന്നതാണ്. മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഫിസിക്കൽ സെക്യൂരിറ്റി. ഒന്നാമത്തെ എന്താ, പുറത്തു നിന്നുള്ള ഒരു അതിക്രമിച്ച് കയറുന്നത്, അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നും ഒക്കെ ഹോസ്പിറ്റലിനെ സംരക്ഷിക്കുക. ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം നോക്കിയേ, സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ. ആർക്കൊക്കെ നമുക്ക് എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാൻ നോക്കിയേ, സ്റ്റാഫുകൾക്ക് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് അതിൽ കൂടെ സ്റ്റാഫുകൾ മാത്രമേ പോകുള്ളൂ, അല്ലെ? അപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് ഒരു വഴി കൂടെ പോകുമ്പോൾ നമുക്ക് അത്രയും ശ്രദ്ധ കിട്ടൂല, അല്ലെ? സ്റ്റാഫുകൾക്ക് മാത്രം ഒരു വഴി കൊടുക്കാം. പിന്നെ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, പേഷ്യൻസിന്, വിസിറ്റേഴ്സിന്, വെൻഡേഴ്സ്, ഇവർക്കൊക്കെ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. സെയിൽസ് പേഴ്സൺ, അവർക്ക് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഡെലിവറി ചെയ്യാനുള്ള വരുന്ന ആളുകള്, കോൺട്രാക്ടർമാര്, ഇവർക്കൊക്കെ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. ഇത് എന്തിനു വേണ്ടിയാ? നമുക്ക് ആ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്, ഹോസ്പിറ്റലിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. ഇപ്പൊ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ മാത്രം അതിൽ പോകുകയൊക്കെ ചെയ്യുള്ളൂ. അവർക്ക് മാത്രം ഒരു പാത്ത്, പേഷ്യൻസിന് മാത്രം ഒരു പാത്ത്, വിസിറ്റേഴ്സിന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ, ഒരു ശ്രദ്ധ കിട്ടും, അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ഒരു സുരക്ഷ ഉറപ്പാക്കാം. സ്റ്റാഫ്, പേഷ്യന്റ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ് അങ്ങനെ ആക്കിക്കോട്ടോ. പേഷ്യന്റ് കോമ ഇട്ടോ അവിടെ. പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, സെയിൽസ് പേഴ്സൺ, ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്. അങ്ങനെ ചോദിക്കാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ. സെപ്പറേറ്റ് എൻട്രി ഫോർ physical security, separate entry and exit point for dash. Method of internal control, separate entry and exit point for dash. ആർക്കൊക്കെ കൊടുക്കാം? സ്റ്റാഫിന്, പേഷ്യൻസിന്, വിസിറ്റേഴ്സിന്, വെൻഡേഴ്സിന്, സെയിൽസ് പേഴ്സൺ, ഡെലിവറി പീപ്പിൾ, കോൺട്രാക്ടേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത നോക്കിയേ, identify, scrutinize and guide the non-patient and non-visitor traffic such as vendors at the control gate. ശ്രദ്ധിച്ചേ, ഇതിനകത്ത് വരുന്ന പോയിന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. സ്ക്രൂട്ടിനൈസ് എന്ന് വെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസ് ആൻഡ് ഗൈഡ്, അവർക്കൊരു ഗൈഡ് കൊടുക്കാം, ഒരു എന്താ പറയാ, അവർക്കൊരു മേൽനോട്ടം കൊടുക്കാം. ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക് സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്. നോൺ പേഷ്യന്റ് അല്ലാത്തത്, നോൺ വിസിറ്റേഴ്സിന് അവർക്കുള്ള ട്രാഫിക്, അവരുടെ ആ ഒരു വഴിയില് എന്താണ് നമ്മള് ഒക്കെ എന്ത് ചെയ്യാം, ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. എന്തുപോലെയാ? സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്, കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ. അതായത് നമ്മൾ എന്താ അവിടെ സൂചിപ്പിക്കുന്നത്? വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമുക്കൊരു കൺട്രോൾ ഗേറ്റുകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു അസസ്സാണ്. അതായത് എന്തെങ്കിലും സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളുമായി ഒരു ബന്ധപ്പെട്ട സേവനങ്ങള് വിതരണം ചെയ്യുന്നതിനോ നൽകുന്നതോ ആയ കമ്പനികളെയോ ഓർഗനൈസേഷനെയോ നമുക്ക് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ ഗേറ്റില് അവിടെ നമുക്ക് ഈ
എന്താ കുറച്ചും കൂടി ഒരു ഹോസ്പിറ്റല്, ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഉള്ള പ്രവേശനം, വ്യക്തികളോ അല്ലെങ്കിൽ വാഹനങ്ങളിലേക്കുള്ള ഒരു പ്രവേശനം നിയന്ത്രിക്കുന്നതിനുള്ള നമ്മുടെ പ്രവേശന കവാടങ്ങളിൽ, ആ എൻട്രൻസ് പോയിന്റുകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഭൗതിക തടസ്സങ്ങളാണിത് ഈ അക്സസ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത്, കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു വാഹനത്തിലേക്കോ ഒക്കെ ഉള്ള പ്രവേശനം, ആ പ്രവേശനത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൗതിക തടസ്സങ്ങളാണത്. അതായത് ഈ സംവിധാനങ്ങള് ഇലക്ട്രോണിക് റീഡറുകള് അല്ലെങ്കിൽ ബയോമെട്രിക് സ്കാനറുകള്, സോഫ്റ്റ്വെയർ തുടങ്ങിയ സാങ്കേതിക വിദ്യകള് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്കുള്ള, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രി എക്സിറ്റ്, ഹോസ്പിറ്റലിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള കാര്യങ്ങള് ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും എന്നാണ്. ഇപ്പൊ നമ്മള് ഈ നമ്മള് കൺട്രോൾ ഗേറ്റില് അല്ലെങ്കിൽ നമ്മുടെ പൊതു എൻട്രൻസ് എക്സിറ്റ് പോയിന്റ്സുകളില് നമ്മൾ ഇതൊക്കെ വെക്കൂല, എന്തെങ്കിലും എന്താ പറയാ, ഒരു ഇലക്ട്രോണിക് റീഡറുകൾ, സ്കാനറൊക്കെ. അപ്പൊ നമ്മളിപ്പോ പോവാ, അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വസ്തുക്കള് അതിരിക്കണമെങ്കിൽ ചിലപ്പോ ഒരു എന്നുള്ള ഒരു ശബ്ദം കേൾക്കുന്ന രീതിയിൽ, അല്ലെ, അല്ലെങ്കിൽ നമ്മളൊന്ന് മൊത്തം ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ പുറത്ത് നമ്മൾ എന്താ, അതിന്റെ അകത്ത് നിന്ന് ആളുകൾക്ക് ആർക്കും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തോണ്ട് പോകാനൊന്നും പറ്റില്ല. അതെന്തിന്റെ ഭാഗമാണ്? അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. മനസ്സിലായോ? വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് ആ കോമൺ ആയിട്ട് എൻട്രി എക്സിറ്റ് പോയിന്റ്സുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന റീഡറുകള്, ഇലക്ട്രോണിക് റീഡറുകള്, ബയോമെട്രിക് സ്കാനറുകള്, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടേക്കുള്ള പ്രവേശനം, ബോഡി ചെക്കിങ്, ശരിയാണ്, അക്സസ് നിയന്ത്രിക്കാനും എൻട്രി എക്സിറ്റ് റെക്കോർഡ് ചെയ്യാനും. അപ്പൊ അത് ഓൾറെഡി റെക്കോർഡാണ്. ഇവിടെ ആരൊക്കെ പോയി, എന്തെങ്കിലും നമുക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ആ സോഫ്റ്റ്വെയറിൽ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ റെക്കോർഡ് ചെയ്യാനും സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടിയുള്ളതാണ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, നോൺ പേഷ്യന്റ്, നോൺ വിസിറ്റർ ട്രാഫിക് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, അതിന് എന്താ പറയാ ഒരു ഗൈഡ് കൊടുക്കുക. ഇനി അടുത്ത് നോക്കിയേ, സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞ സൂക്ഷ്മ പരിശോധന, സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസ്, സൂക്ഷ്മ പരിശോധന നടത്തുക. ആരെയാ? നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക്. എങ്ങനെയാണ്? വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്. മനസ്സിലായില്ലേ? കൺട്രോൾ ഗേറ്റ് ആ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ നമ്മൾ ആ ഗേറ്റിൽ വെക്കുന്ന സോഫ്റ്റ്വെയർ അത്. അപ്പൊ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? അത് ബയോമെട്രിക് സ്കാനറുകളൊക്കെ ആവാം. അപ്പൊ അത് അവിടെ റെക്കോർഡാക്കി വെക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ബോഡി ചെക്കപ്പ്, അപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടെ നമ്മൾ കടക്കുമ്പോഴത്തേക്കും അവിടെ ആ സൗണ്ട് കേൾക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വെക്കുമ്പോ അത് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. നമുക്കൊന്നും എടുത്തോണ്ട് വരാൻ പറ്റില്ല, അല്ലെ? ആ ഗേറ്റിൽ കൂടെ നമുക്കൊന്നും കയ്യെ പിടിച്ചോണ്ട് പോരാനോ എവിടെയെങ്കിലും ഒളിപ്പിച്ചു കൊണ്ടുവരാനോ ഒന്നും പറ്റൂല. അപ്പൊ അത് അതിൻ്റെതായ ഇത് കേൾക്കും. അതും ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ഇനി അടുത്ത് നോക്കിയേ, പ്രോഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക് ത്രൂ അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർക്ക് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ്സ്. ഇത് നോക്കിയേ, പ്രോഹിബിറ്റ്, പ്രോഹിബിറ്റ് എന്ന് വെച്ചാൽ നിരോധിക്കുക. പ്രോഹിബിറ്റ്, പ്രോഹിബിറ്റ് നിരോധിക്കുക. പ്രോഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക്, കാൽനട ഗതാഗതം നിരോധിക്കുക. ഏതിക്കൂടെയാ? അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർക്ക് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ്സ്. അൺലോഡിംഗ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലോഡിങ് അൺലോഡിങ് ഒക്കെ ചെയ്യില്ലേ? അപ്പൊ ആ ഒരു ഇപ്പൊ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും നമ്മള് എന്താ ലോഡ് ചെയ്യും അൺലോഡ് ചെയ്യുന്ന ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഒന്നും ആ ഒരു ഏരിയയിലേക്കൊന്നും നമുക്കിടെ പ്രവേശനമൊന്നും വേണ്ട. പെഡസ്ട്രിയൻ ട്രാഫിക് ആ ഏരിയയിൽ നിരോധിക്കാം. പിന്നെ റിസീവിംഗ് ഏരിയ, പിന്നെ മോർക്ക് എക്സിറ്റ് എന്ന് വെച്ചാൽ മോർച്ചറി എക്സിറ്റ്, അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ട്രക്ക് ഗേറ്റ്സ്, ട്രക്ക് ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡോർ അറ്റ് ദ ബാക്ക് ഓഫ് ദ ട്രക്ക്, ഇതാണ് ട്രക്ക് ഗേറ്റ്സ് എന്ന് പറഞ്ഞു. ഡോർ അറ്റ് ദ ബാക്ക് ഓഫ് ദ ട്രക്ക്.
ട്രക്കിന്റെ ബാക്കിലൊക്കെ ഉള്ള ഡോർ ഇല്ലേ, അതിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഉള്ള പെഡസ്ട്രിയൻ ട്രാഫിക് നിരോധിക്കുക. ഓക്കെ, കാൽനട ഗതാഗതം നിരോധിക്കുക. ഇതിൽ കൂടെയൊക്കെയാണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Prohibit pedestrian traffic through unloading dock, receiving area, or exit and truck gates. അടുത്ത നോക്കിയേ, control vehicles like a delivery truck etc. and check outgoing vehicle. Control vehicle like ഡെലിവറി ട്രക്ക്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യൂലേ, അങ്ങനെയുള്ള അതിൽ കൂടെ വരുന്ന വാഹനങ്ങള് കൺട്രോൾ ചെയ്യുക. എന്നുവെച്ചാൽ നമുക്ക് അതായത് സ്ഥിരമായിട്ട് ഇപ്പൊ വന്ന ട്രക്കുകൾ ഉണ്ടാവും, ഡെലിവറി സാധനങ്ങൾ, മെറ്റീരിയൽസ് ഹോസ്പിറ്റലിലേക്ക് ഡെലിവറി ചെയ്യുന്ന ട്രക്കുകൾ ഉണ്ടാവാം. അപ്പൊ ഒരുപാട് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് മാത്രം നമുക്ക് സ്ഥിരം വരുന്നത്, അല്ലെങ്കിൽ സ്ഥിരം നമുക്ക് ഡെലിവറി ചെയ്യുന്ന ട്രക്കുകൾ മാത്രം മതി അല്ലെ. കൺട്രോൾ വെഹിക്കിൾ ലൈക്ക് ഡെലിവറി ട്രക്സ്, ഡെലിവറി ട്രക്കുകൾ പോലുള്ള വെഹിക്കിള് അത് കൺട്രോൾ ചെയ്യുക. ആൻഡ് ചെക്കിംഗ് ഔട്ട് ഗോയിങ് വെഹിക്കിൾ, പുറത്തേക്ക് പോകുന്ന, ഡെലിവറി ചെയ്തിട്ട് അത് തിരിച്ചു പോകൂലേ, അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങളും പരിശോധിക്കുക. തിരിച്ചു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാനോ, അപ്പൊ അതും ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇനി ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ CCTV. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ത്രൂ ഡാഷ് എന്ന് പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ കൊടുത്തത്. ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ CCTV. നമുക്ക് പരമപ്രധാനമായിട്ടുള്ള ഏരിയകളില് നമുക്ക് എന്ത് വയ്ക്കാം, സെൻസിറ്റീവ് ഏരിയകളില്, സ്ട്രാറ്റജിക് വളരെ രഹസ്യമായിട്ടുള്ള ഏരിയകളില്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയകളില് എന്ത് വെക്കാം, CCTV വെക്കാം. ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ CCTV. അപ്പൊ നമുക്ക് അവിടെ CCTVയിലൂടെ കാണാൻ പറ്റും അല്ലെ, ആളുകൾ ആരെങ്കിലും വരുന്നുണ്ടോ, അങ്ങോട്ട് കയറുന്നുണ്ടോ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് CCTVയിലൂടെ നോക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്താ പറയാ, അവിടെ ഓൾറെഡി CCTV വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് കയറി ആരും വന്നെടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കുമല്ലോ, നേരിട്ട് അവിടെ CCTVയിൽ വരും. അങ്ങനെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പരമപ്രധാനമായിട്ടുള്ള ഏരിയകളിലൊക്കെ CCTV വെക്കുക. ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റം. ലോക്കിംഗ് ഡിവൈസുകൾ, അലാറം സിസ്റ്റം ഒക്കെ ഇൻസ്റ്റോൾ ചെയ്യുക. അതായത് നമുക്കെല്ലാം ഇത് ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെയുള്ളത് വെക്കുക. പിന്നെ അലാറം സിസ്റ്റംസ്, എന്തെങ്കിലും ആരെങ്കിലും കയറി അങ്ങോട്ടേക്ക് കയറി പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അലാറം അടിക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്. അപ്പൊ പിന്നെ അങ്ങനെ ആരെങ്കിലും അഥവാ അങ്ങോട്ട് കയറാൻ ശ്രമിച്ചാലും പെട്ടെന്ന് സൈറൺ അടിക്കും, അപ്പൊ എല്ലാവരും അറിയും. അപ്പൊ അങ്ങനെ അവിടെ നിന്നുള്ള മോഷണം ഇതൊന്നും നടക്കൂല അല്ലേ. ഇനി അടുത്തത് നോക്കിയേ, ഇഷ്യൂ വിസിറ്റേഴ്സ് പാസസ്. ഇഷ്യൂ ചെയ്യുക, വിസിറ്റേഴ്സിന് പാസ് അനുവദിക്കുക. അതൊരു പരിധി വരെ നമുക്ക് ഈ ട്രാഫിക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ. എല്ലാവർക്കും കയറാനാണെങ്കിൽ കുറെ പേര് കയറും, എന്നാൽ പാസ് ഉള്ള ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പാസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ആളുകളുടെ എണ്ണം കുറയൂലേ അല്ലെ. പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റി വിടുള്ളൂ എന്നുള്ളത്. ഇഷ്യൂ ചെയ്യുക, വിസിറ്റേഴ്സിന് പാസുകൾ അനുവദിക്കുക. യെസ്, വിസിറ്റേഴ്സിന് പാസുകൾ അനുവദിക്കുക. അപ്പൊ കുറെ ആൾക്കാർ ഓടിച്ചാടി അങ്ങോട്ട് കയറുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പാസ് ഉള്ളവർക്ക് മാത്രം ലിമിറ്റഡ് ആക്കാം. അപ്പൊ അത് എന്താ പറയാ, ഇങ്ങനെയുള്ള മോഷണങ്ങളൊക്കെ പോവാതിരിക്കാനൊക്കെ ഉള്ള ഒരു റെസ്ട്രിക്ഷൻ ആണത്. ഇഷ്യൂ വിസിറ്റേഴ്സ് പാസ്. ഇനി അടുത്ത് നോക്കിയേ, പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദ ഇഷ്യൂ ഓഫ് ദ കീസ്. Procedure for and control over the issue of keys. കീകളുടെ പ്രശ്നത്തിനുള്ള ഒരു നടപടിക്രമവും കീകൾ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള അംഗീകാരവും നൽകുക. അതായത് പറഞ്ഞിരുന്നത് നോക്കിയേ, പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദ ഇഷ്യൂ ഓഫ് ദ കീസ്. കീ ഇഷ്യൂ ചെയ്യുന്നതിന് അതിനൊരു നടപടിക്രമങ്ങൾ ഒക്കെ നൽകുക. അതായത് എല്ലാവർക്കും കീ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂ ദ കീ. അപ്പൊ ആ കീ അനുവദിക്കുന്നതിന് ഒരു ഭരണത്തിന്റെ അവിടത്തെ അനുമതി ആവശ്യമാണ്.
ഒരു ഇതിനകത്ത് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിന്റെ കയ്യിൽ ആ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഇതിന്റെ സ്റ്റോർ റൂമിന്റെ അല്ലെങ്കിൽ അതിന്റെ കീ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ബന്ധപ്പെട്ട ഓതറൈസേഷൻ അത് അതോറിറ്റി ആർക്കാണ് അതിന് വേണ്ടി നിയമിച്ചേക്കുന്നത് അങ്ങനെ ഒരാൾക്ക് മാത്രം അത് കൊടുത്താൽ മതി അല്ലെ. എല്ലാവരുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കഴിവുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് കഴിവ് സാമർഥ്യം ഉള്ളവര് തന്നെ തുറന്ന സാധനങ്ങൾ എടുത്തോണ്ടോ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മള് കീകള് അനുമതിയോടുകൂടി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അനുമതിയുള്ള ആൾക്ക് മാത്രം കീ ഇഷ്യൂ ചെയ്താൽ മതി. എല്ലാവരുടെ കയ്യിൽ ആ കീ ഒന്നും കൊടുക്കണമെന്നില്ല. ഓക്കെ. Procedure for and to control over the issue of keys. Authorization necessary to issue the key. Key issue ചെയ്യാനായിട്ട് ഒരു authorization അനുമതി, ഭരണത്തിന്റെ അനുമതി ആവശ്യമാണ്. അടുത്ത നോക്കിയേ, ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ് എഗൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ലോക്കറുകൾ കൊടുക്കാം അല്ലെ, സ്റ്റാഫുകൾക്ക് ലോക്കറുകൾ കൊടുക്കാം. ലോക്കബിൾ ക്യാബിനറ്റ്സ്, ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ് എന്തിനു വേണ്ടി? എഗൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ഇപ്പൊ നമ്മൾ ക്യാഷിൽ ഇരിക്കുന്നത് സ്റ്റാഫ് അവർക്ക് കുറെ പൈസയൊക്കെ ഇതായി കഴിയുമ്പോൾ നമുക്ക് അവർക്ക് ഒരു ലോക്കർ കൊടുക്കാം അല്ലെ. അപ്പൊ അത് ലോക്കറിൽ സേഫ് ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് മോഷണം പോകാതിരിക്കാൻ അവിടെ നിന്ന് എന്തെങ്കിലും ക്യാഷോ ചില സാധനങ്ങളൊക്കെ മോഷണം പോകാതിരിക്കാനായിട്ട് ലോക്കറുകളോ ലോക്കബിൾ ലോക്കുള്ള അതായത് സുരക്ഷിതമായി വെക്കാവുന്ന തരത്തിലുള്ള ക്യാബിനറ്റ്സുകളോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ആർക്ക്? സ്റ്റാഫിന്. ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ് എന്തിനു വേണ്ടിയാ? എഗൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ദെൻ അടുത്ത് നോക്കി, പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾ. പേഷ്യന്റിന്റെ വിലപിടിച്ച സാധനങ്ങള് അത് സേഫ് ആക്കി വെക്കാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അതായത് പേഷ്യൻസിന്റെ സാധനങ്ങളും നമ്മൾ അവർക്ക് പ്രത്യേക ഇതൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് എല്ലാവരും ക്യാബിനറ്റ്സ് പോലെ ക്യാബിനൊക്കെ പോലെ അവരുടെ സാധനങ്ങൾ ഇങ്ങനെ തുറന്നിടാതെ അങ്ങനെയൊക്കെ എന്താ പറയാ അങ്ങനെയൊക്കെ ഈ സാധനങ്ങളൊക്കെ മോഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമുക്ക് പേഷ്യന്റിന് എന്ത് ചെയ്യാം, ഈ അവരുടെ വില പിടിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് അത് സേഫ് ആയിട്ട് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ ഉണ്ടാക്കാം. അടുത്തത് നോക്കിയേ, സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എ പാനിക് ബട്ടൺ. പിന്നെ അടുത്ത് നോക്കി, കാഷ്യർ. കാഷ്യർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യാഷും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ അവരുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടാവല്ലോ അല്ലെ. അപ്പൊ അവർക്ക് ഈ കാഷ്യറിന് ഒരു സുരക്ഷിതമായ ഒരു ക്യാബിൻ കൊടുക്കാം. എല്ലാവരും കാഷ്യറൊക്കെ പ്രത്യേകം ക്യാബിനിലല്ലേ ഇരിക്കണേ. നമ്മളിപ്പോ ഒരു ഓഫീസിൽ ചെന്ന ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ഇരിക്കുന്ന രീതിയിൽ ഓഫീസ് സ്റ്റാഫ് ഇരിക്കുന്ന പോലെയാണോ കാഷ്യറിന് പ്രത്യേകം ക്യാബിനറ്റ് ഒക്കെ കൊടുക്കണല്ലേ? എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല അല്ലെ. എല്ലാവർക്കും ഇപ്പൊ എന്തെങ്കിലും സംശയം ചോദിക്കാൻ വന്നവർക്കോ എന്തെങ്കിലും പൈസ എടുക്കാൻ വന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ അങ്ങനെ എല്ലാവർക്കും ആ ഒരു അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാഷ്യറിന് പ്രത്യേകം സുരക്ഷിതമായ ക്യാബിൻ കൊടുക്കാം. പിന്നെ എന്താന്ന് നോക്കിയേ, വിത്ത് എ പാനിക് ബട്ടൺ. പാനിക് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അപകടമൊക്കെ വരുമ്പോ ഒരു സൈറൻ കാണിക്കുന്ന സ്വിച്ച് ഇല്ലേ, അത് കൊടുക്കാന്ന്. അപ്പൊ ആരെങ്കിലും പെട്ടെന്ന് അതിക്രമിച്ച് കയറിയിട്ട് എന്തെങ്കിലും ക്യാഷ് ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ്യറിന് അവിടെ നിന്ന് വിളിച്ചു പോയാൽ ചിലപ്പോ മറ്റുള്ളവരാ കേൾക്കണമെന്നില്ല പുറത്തേക്ക്. അപ്പൊ എന്ത് ചെയ്യാം, ആ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള സൈറനുകൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ കാഷ്യറിന് കൊടുക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. മിക്ക പോയിന്റ്സ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേക്കാം. സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എന്തോരും കൂടി കൊടുക്കണം, പാനിക് ബട്ടൺ. പാനിക് ബട്ടൺ അപകടത്തിനൊക്കെ വരുമ്പോൾ നമുക്ക് ആ സ്വിച്ച് അതിന്റെ ഇത് കാണിക്കാനായിട്ട് ആ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാ, അലാറം എന്തെങ്കിലും അടിക്കും. അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും അവിടെ എന്തെങ്കിലും ഇത് പറ്റിയെന്നുള്ളത് രീതിയിൽ. ഓക്കെ, അങ്ങനെ കൊടുക്കാം. കാഷ്യറിന് സെക്യൂർ ക്യാബിൻ കൊടുക്കാം. ഏതും കൂടി വേണം, അവിടെ ഒരു നല്ലൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു ബട്ടൺ, പാനിക് ബട്ടണും കൂടി വേണം, അതും കൂടി ഉൾപ്പെടെ. ഇനി അടുത്തത് provide roll-up shutters or grills at strategic places for night time protection. കണ്ടോ,
റോൾ അപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ്. രാത്രി സമയമാകുമ്പോഴത്തേക്ക് അവർ ഷട്ടർ ഇടും അല്ലെ, റോൾ അപ്പ് ഷട്ടേഴ്സ്, ഉയർത്തി താഴ്ത്തി വെക്കുന്ന രീതിയിലുള്ള ഷട്ടറുകൾ അല്ലെങ്കിൽ ഗ്രില്ലിടും. എന്തിനു വേണ്ടിയാ? അവർക്കുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. പകല് ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പോലെ അത്രയും ആളുകൾ രാത്രിക്ക് ചെല്ലില്ല അല്ലെ. അപ്പൊ അവർക്കുടെ അനുമതിയോട് കൂടി മാത്രം പ്രവേശനം പാടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ റോൾ അപ്പ് ഷട്ടറുകൾ അല്ലെങ്കിൽ ഗ്രില്ല് കൊടുക്കുന്ന. അറ്റ് സ്ട്രാറ്റജിക് പ്ലേസ്, തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളില്. എന്തിനാ? ഫോർ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ, രാത്രികാല സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. രാത്രിയൊക്കെ നമുക്ക് ആരെങ്കിലും കള്ളന്മാരൊക്കെ വന്ന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ കാണിച്ചുകൊണ്ട് പോവാം അല്ലേ. അപ്പൊ അവർക്കുടെ അനുമതി ഇല്ലാതെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റോൾ അപ്പ് ഷട്ടറുകളോ അല്ലെങ്കിൽ ഗ്രില്ലൊക്കെ കൊടുക്കാം. ഗ്രില്ലൊക്കെ സാധാരണയൊക്കെ ഇടാനല്ലേ ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അവര് ഗ്രില്ല് അല്ലെങ്കിൽ ഷട്ടർ അതിന്റെ ഇത് ഇടും. അപ്പൊ പിന്നെ നമ്മൾ ചെന്ന് വിളിച്ചാൽ മാത്രം നമ്മൾ ആരാന്ന് കൺഫേം ചെയ്ത് എന്താന്ന് അറിഞ്ഞാൽ മാത്രമാണ് അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുള്ളൂ. ഇതെല്ലാം ഏതാ വരുന്നതാണ്? നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റി, ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ആന്തരിക നിയന്ത്രണത്തിന്റെ ആവശ്യകതകള്. പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കട്ടാ. ഏതെങ്കിലും പോയിന്റ് ഒന്നുകൂടി പറയണമെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടേ. ഏതെങ്കിലും ക്ലിയർ ആയിട്ടില്ല ഒന്നുകൂടി പറയണം. അല്ലെങ്കിൽ ഞാൻ എല്ലാവരും പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാം. നിങ്ങളിത് വായിച്ചു നോക്കാം. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ് എഴുതിയേക്കുന്നത്. എന്നാലും ഏതെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ പറഞ്ഞു കേട്ടോ. ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ പോയിന്റ്സുകള്? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തേ. ഓക്കെ അല്ലേ? വലിയ പ്രശ്നമൊന്നുമില്ല. അതിനകത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്നതൊക്കെ ഒന്ന് നോക്കി വെച്ചോട്ടെ. നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ചോദിക്കാം. ഒന്ന് രണ്ടും പിന്നീടില്ല. നമ്മൾ പുറത്തുനിന്നുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നും ഒക്കെ ഹോസ്പിറ്റലിനെ സംരക്ഷിക്കുക. ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ് സ്റ്റാഫുകൾക്ക്, പേഷ്യന്റ്, വിസിറ്റേഴ്സിന്, വെൻഡേഴ്സിന്, സെയിൽസ് പേഴ്സൺ, ഡെലിവറി പീപ്പിൾ, കോൺട്രാക്ടേഴ്സ് ഇവർക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കുക. പിന്നെ നോൺ പേഷ്യന്റ്, നോൺ വിസിറ്റർ ട്രാഫിക് സൂക്ഷ്മ പരിശോധന നടക്കുക, ഐഡന്റിഫൈ ചെയ്യുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക. പിന്നെ അതെങ്ങനെയാണ്? വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്. അതായത് നമ്മൾ കൺട്രോൾ ഗേറ്റ്, എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ അവിടെ നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. അപ്പൊ അതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ ഒരു സെക്യൂരിറ്റിയാണ്.
അപ്പൊ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയാ ബോഡി ചെക്കപ്പ് പോലെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അറിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അത് ഒരു ഇതാണ്. പിന്നെ അടുത്ത പെഡസ്ട്രിയൻ ട്രാഫിക്, അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ്, ട്രക്ക് ഗേറ്റ്, അതിൽ കൂടെയുള്ള കാൽനട ഗതാഗതം നിരോധിക്കുക. വെറുതെ ആവശ്യമില്ലാതെ ഇതിൽ പോകണ്ടല്ലോ, നമ്മൾ വെറുതെ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എടുക്കണം എന്നൊക്കെ തോന്നും അല്ലെ. അപ്പൊ അതിൽ കൂടെയുള്ള കാൽനട ഗതാഗതം നിരോധിക്കുക. പിന്നെ അടുത്തത് നമുക്ക് ഇങ്ങടെ അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്ന വാഹനങ്ങള് ഇതൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യുക. ഡെലിവറി ട്രക്സ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടുള്ള ഏരിയകളില് CCTV ക്യാമറകൾ വെക്കുക. പിന്നെ അടുത്തത് ലോക്കിംഗ് ഡിവൈസുകള്, അലാറം സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുക. നമുക്ക് വിസിറ്ററിന് പാസുകൾ അനുവദിക്കുക. പിന്നെ കീകളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം അറിയാതെ കൺട്രോൾ ചെയ്യുക. ഓതറൈസേഷന്റെ അനുമതിയോട് കൂടി മാത്രം അവർക്ക് കീ ഇഷ്യൂ ചെയ്യുക. പിന്നെ ലോക്കേഴ്സും ലോക്കബിൾ ക്യാബിനറ്റ്സും സ്റ്റാഫിന് കൊടുക്കുക. പിന്നെ പേഷ്യൻസിന്റെ വിലപിടിച്ച സാധനങ്ങള് സൂക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. പിന്നെ ക്യാഷ്യറിന് പ്രത്യേകം സുരക്ഷിതമായി ക്യാബിൻ കൊടുക്കണം. അത് എന്ത് കൂടി വേണം, വിത്ത് പാനിക് ബട്ടൺ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. സെക്യൂർ ക്യാബിൻ ഫോർ ക്യാഷ്യർ വിത്ത് ഡാഷ്. എന്താണ് പാനിക് ബട്ടൺ? പിന്നെ ഹോൾ ഓഫ് ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രില്ലുകൾ ഇടുക. അതിനുവേണ്ടി നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ, രാത്രി സമയത്തെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ഏരിയകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയകളിൽ റോൾ ഓഫ് ഷട്ടറുകളോ ഗ്രില്ലുകളോ ഒക്കെ ഇടുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, അതിന് പ്രൊസീജിയറൽ സെക്യൂരിറ്റി. പ്രൊസീജിയറൽ സെക്യൂരിറ്റി, മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, പ്രൊസീജിയറൽ സെക്യൂരിറ്റി. അതായത് നടപടിക്രമമായിട്ടുള്ള സുരക്ഷ. നടപടികൾ, എന്തൊക്കെ നടപടികൾ നമുക്ക് ചെയ്യാൻ പറ്റും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്. പ്രൊസീജിയറൽ സെക്യൂരിറ്റി, ഇതൊക്കെ നടപടിക്രമങ്ങള് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവരാം, അതൊക്കെ. ഓക്കെ, എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. ഒന്നാമത്തെ എന്താ, സർവീസ് റൂളുകള്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവര് നൽകുന്ന സേവനങ്ങൾക്ക് എന്താ ഓരോ നിയമങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ എല്ലാ എംപ്ലോയീസുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊരു നമുക്ക് ഒരു പ്രൊസീജിയർ സെക്യൂരിറ്റി ഭാഗമാണ്. Establish service rules and communicate to them to all employees. അവിടുത്തെ റൂളുകൾ സ്ഥാപിക്കുക, അത് എല്ലാ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും അലർട്ട് ആയിട്ടിരിക്കും അല്ലെ. അവർക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റും എംപ്ലോയീസിന് എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, അത് എന്തൊക്കെ രീതിയിലാണ് നമുക്കുള്ളത് അറിയാൻ പറ്റും. അത് രണ്ടാമത്തെ നോക്കിയേ, എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. പോളിസികള് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസില് നമുക്ക് അവരുടേതായ നടപ്പിലാക്കേണ്ട പോളിസികളും പ്രൊസീജിയേഴ്സും ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട് അല്ലെ. അത് സ്ഥാപിക്കുക. അപ്പൊ അതിനനുസരിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പോളിസികളും പ്രൊസീജിയേഴ്സും സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ സ്ഥാപിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. അടുത്ത നോക്കി, എസ്റ്റാബ്ലിഷ് കമ്മിറ്റികൾ സ്ഥാപിക്കുക. ഏതൊക്കെയാ? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫാർമസിയിൽ പഠിച്ചില്ലേ? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. ഫാർമസിയിലേക്ക് മരുന്നുകൾ, ഏതൊക്കെ മരുന്നുകൾ വരണം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോക്ക്, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുന്ന ഫാർമസിയിലേക്കുള്ള ഇതൊക്കെ എടുക്കുന്ന തീരുമാനമൊക്കെ എടുക്കുന്ന കമ്മിറ്റിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. പിന്നെ അതുപോലെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പർച്ചേസ് കമ്മിറ്റി ഉണ്ട്, പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റികളെ രൂപീകരിക്കുക. അപ്പൊ നമുക്ക് എന്താ, കുറച്ചും കൂടി സെക്യൂരിറ്റി ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കുടെ മേലിൽ ഏൽപ്പിക്കാതെ ഓരോ കമ്മിറ്റികൾ രൂപീകരിക്കുക. അതിലൂടെ അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ അതുവഴി ചെയ്യുക. ഇപ്പൊ പർച്ചേസ് കമ്മിറ്റിക്ക് പർച്ചേസ് ചെയ്യാനുള്ള അധികാരവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അവർ ആ സെക്ഷൻ അവർ ഹാൻഡിൽ ചെയ്തോളും. അപ്പൊ നമുക്ക് എന്താ, കുറച്ചും കൂടി ഒരു സുരക്ഷയാണല്ലോ അല്ലെ. എല്ലാവരും കൂടി ഇതിനകത്ത് കയറുന്നതിനേക്കാളും ഓരോരുത്തർക്കും ഓരോ കമ്മിറ്റികൾ രൂപീകരിക്കുക. ഓരോ സെക്ഷൻ തിരിച്ച് കമ്മിറ്റികൾ രൂപീകരിക്കുക. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ ആ കമ്മിറ്റിയുടെ ബേസിൽ നിൽക്കും.
Then അടുത്ത നോക്കിയേ, എസ്റ്റാബ്ലിഷ് accountability and control overflow of hospital supplies and materials, particularly receiving function. Establish accountability, ഉത്തരവാദിത്വം സ്ഥാപിക്കുക. Establish accountability, ഉത്തരവാദിത്വം സ്ഥാപിക്കുക. And control overflow of hospital supplies. and ഹോസ്പിറ്റലിലുള്ള സപ്ലൈകൾ, ഇപ്പൊ മെറ്റീരിയൽസ്, സാധനങ്ങളാവട്ടെ, അതിന്റെ ഓവർഫ്ലോ എന്നുവെച്ചാൽ അമിതമായിട്ട് വേണ്ട. ഇപ്പൊ നമ്മള് ഫാർമസിയിലാണെങ്കിലും നമുക്ക് ഒരുപാട് മരുന്നുകളും കാര്യങ്ങളും വേണ്ട അല്ലെ, അതിനൊരു ടൈം ഉണ്ട്, എക്സ്പയറി, അതുവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറേയും സ്റ്റോക്ക് ചെയ്ത് ഓവർ സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും നമുക്ക് എന്താ പറയാ, ഇതാവണമെന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കണക്കിൽ പെടാത്ത അല്ലെങ്കിൽ ഓവർഫ്ലോ അത് കൺട്രോൾ ചെയ്യുക. ആൻഡ് മെറ്റീരിയൽസ് പർട്ടിക്കുലർലി റിസീവിംഗ് ഫങ്ഷൻ, പ്രത്യേകിച്ച് നമ്മൾ ആ സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ, നമുക്കത് റിസീവ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതിന്റെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. ഇതാണ് ഹോസ്പിറ്റലിന്റെ ഒരു ഉത്തരവാദിത്വം സ്ഥാപിക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ, വിവര പട്ടികകള് അല്ലെ, ഹോസ്പിറ്റലിലെ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ പ്രൊസീജിയർ കൊണ്ടുവരിക. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആണ് സ്റ്റോക്ക് എത്രയോ ഇത് സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെ നമുക്ക് എന്താ പറയാ. അപ്പൊ അതെപ്പോഴും കണക്കും കാര്യങ്ങളും അവിടെ നിലനിർത്തണം അല്ലെ. അപ്പൊ അങ്ങനെ അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താ, ആ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ് അല്ലെ, സുരക്ഷിതത്തിന്റെ ഭാഗമാണ്. നമുക്ക് പിന്നെ അതിൽ നിന്ന് കുറെ നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകാനോ ഇതൊന്നും പറ്റില്ല. നമുക്ക് ഇപ്പോഴും ഒരു ഇൻവെന്ററി, ഒരു സ്റ്റോക്ക് അത് കൺട്രോൾ ചെയ്യുക. സ്റ്റോക്ക് കൺട്രോൾ പ്രൊസീജിയർ. Then establish well formulated procedure for requisition, purchase, intent, supply and distribution. കണ്ടോ, ഇന്റന്റ് എന്ന് പറഞ്ഞാൽ കരാർ, ഉടമ്പടി അല്ലെങ്കിൽ കരാറ്. എന്തിനൊക്കെയാ, നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാനുള്ള റിക്വസിഷന് വേണ്ടി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ഇന്റന്റ് കരാറുകള് വേണ്ടി, സപ്ലൈ ചെയ്യാൻ, അത് വിതരണം ചെയ്യാനായിട്ട് നന്നായി രൂപപ്പെടുത്തിയ പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. Establish well formulated procedure for dash. ഇതിനൊക്കെയാ റിക്വസിഷന്, പർച്ചേസ് ചെയ്യാൻ, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത് നോക്കി, കണ്ടക്ട് സർപ്രൈസ് ചെക്സ് of all departmental inventories. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു സർപ്രൈസ് ചെക്ക് നടത്തുക. ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെക്കിങ് വരും എന്നൊക്കെ പറയുമ്പോ എന്താ, അവരതെല്ലാം കണക്ക് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കും അല്ലെ, സെറ്റാക്കി വെക്കൂലേ. എന്നാൽ ചിലപ്പോ നമ്മളൊരു സർപ്രൈസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, സർപ്രൈസ് ആയിട്ട് ഒരു ചെക്കിങ് നടത്തുവാണെങ്കിൽ ചിലപ്പോ അന്നേരമായിരിക്കും അവിടെ കാണിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ വന്നേ അല്ലെ. അങ്ങനെയല്ലേ, നമ്മൾ ഓൾറെഡി നേരത്തെ മുൻകൂട്ടി ഇന്ന ദിവസം ചെക്കിങ്ങിന് വരും എന്ന് പറഞ്ഞ് എല്ലാം ക്ലിയർ ആക്കി വെക്കും അല്ലെ. ഇനിയിപ്പോ നമ്മൾ പറയാതെ സർപ്രൈസ് ആയിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോ എന്തെങ്കിലും കണക്കില് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അവിടെ എന്താ പറയാ, ഒരു തട്ടിപ്പ് നടന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കണക്കില് ശരിയല്ലായിരിക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ അതും എന്തിന്റെ ഭാഗം, ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, സുരക്ഷയുടെ ഭാഗമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് അല്ലെ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റില് ഓരോ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടോ. കണ്ടക്ട് സർപ്രൈസ് ചെക്സ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അത് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളിൽ തന്നെ പ്രൊസീജിയർ ആൻഡ് സെക്യൂരിറ്റിയിൽ വരുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ഫിസിക്കൽ സെക്യൂരിറ്റിയാണ്, ഫിസിക്കൽ ആയിട്ടുള്ളത് അല്ലെ, ശാരീരികപരമായിട്ടുള്ളത്. ഇത് നടപടിക്രമങ്ങളാണ്. എന്തൊക്കെ നടപടികൾ അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസുകൾ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തേൽ എന്താ പറഞ്ഞത്, നമ്മള് സർവീസ് റൂൾസ് നമ്മൾ സ്ഥാപിക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങള്, അവര് കൊടുക്കുന്ന സേവനവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങള് സ്ഥാപിക്കുകയും അത് എല്ലാ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. മനസ്സിലായോ?
ഹോസ്പിറ്റലിലെ ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് സെക്ഷൻ ആണെങ്കിലും അവര് നൽകുന്ന സേവനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ഉണ്ടാവുമല്ലോ. അത് ആ റൂൾസുകൾ സ്ഥാപിക്കുകയും അത് അവിടുത്തെ എല്ലാ എംപ്ലോയീസിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്കിലാണ് അവർക്ക് അതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് അവര് ഓരോ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നമുക്കപ്പോ അതൊരു എന്താണ് ഒരു സുരക്ഷിതയുടെ ഭാഗമാണ് ഹോസ്പിറ്റലില്. പിന്നെ അടുത്ത് നോക്കി എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കുക പോളിസി ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോളിസികളും പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും നയങ്ങളും സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നയങ്ങളും പ്രൊസീജിയർ നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. പിന്നെ അടുത്തത് കമ്മിറ്റികൾ രൂപീകരിക്കുക. ഏതൊക്കെയാ പറഞ്ഞത്? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി സ്ഥാപിക്കുക. പിന്നെ അടുത്തത് എന്താ? ഹോസ്പിറ്റലില് ഈ സപ്ലൈകളുടെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക അല്ലെ. നമുക്ക് എല്ലാത്തിനും ഒരു കണക്ക് വേണം. അതിന്റെ കണക്കി കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നമ്മളൊരു ഉത്തരവാദിത്വം സ്ഥാപിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സപ്ലൈകളുടെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് റിസീവിംഗ് ഫംഗ്ഷൻ, പർട്ടിക്കുലർലി ഇത് റിസീവിംഗ് ഫംഗ്ഷൻ, എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ റിസീവ് ചെയ്യുക, ആ റിസീവിംഗ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസുകള്, സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ്, ഇതിന്റെ ഓവർഫ്ലോ, അത് റിസീവിംഗ് ഫംഗ്ഷനോ ഇപ്പൊ കുറെ മെറ്റീരിയൽസ് സാധനങ്ങൾ നമ്മൾ റിസീവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഓവർഫ്ലോ നമുക്ക് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. പിന്നെ ഇൻവെന്ററി കൺട്രോൾ, ഓൺ സ്റ്റോക്ക് കൺട്രോൾ പ്രൊസീജിയർ സ്ഥാപിക്കുക. പിന്നെ അടുത്തത് നമ്മള് എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ, ഒരു നന്നായി രൂപപ്പെടുത്തിയ ഒരു നടപടിക്രമങ്ങൾ സ്ഥാപിക്കുക. എന്തിനു വേണ്ടിയാ? റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അടുത്ത് നോക്കി കണ്ടക്ട് സർപ്രൈസ് ചെക്ക്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസും എന്ത് ചെയ്യുക? സർപ്രൈസ് ചെക്ക് നടത്തുക, ചെക്കിങ് നടത്തുക. അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ വരേണ്ടത്. ഇത് ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് നമുക്ക് ആ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഹോസ്പിറ്റലിൽ നഷ്ടം സംഭവിക്കാം അല്ലെ, അത് നോക്കണം. പിന്നെ ഇതിനകത്ത് ഇലക്ട്രിക് ഗുഡ്സിന്റെ ചെറിയൊരു പോയിന്റ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇന്ന് പറഞ്ഞത് അത് നോക്കി വെക്കണം. പിന്നെ സെക്യൂരിറ്റിയിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഹോസ്പിറ്റലിൽ നഷ്ടം സംഭവിക്കാന്ന് പറഞ്ഞു. പിന്നെ ഫിസിക്കൽ സെക്യൂരിറ്റി, പ്രൊസീജിയറൽ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അതിനാൽ கொஞ்சம் അണ്ടർലൈൻ ചെയ്തിട്ടാണ് ചെറിയ പോയിന്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ആ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് 4 അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രോഹിബിറ്റ് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? പെഡസ്ട്രിയൻ ട്രാഫിക് എന്നുള്ളത് ആ ഒരു സെക്ഷനിൽ അത് നോക്കി വെക്കുക. ഏരിയ കൂടെ എന്നുള്ളത് കണ്ടോ? പ്രോഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക് ത്രൂ ഏതൊക്കെ ഏരിയയിലൂടെയാണ്, അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, ബോർഡ് എക്സിറ്റ്, ട്രക്ക് ഗേറ്റ്സ്. പിന്നെ അടുത്ത ഇത് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ ഡാഷ്. ഏതാണ്? CCTV. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് പിന്നെ ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ ആർക്കാണ്? സ്റ്റാഫിന്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ് അഗൈൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ആർക്കാണ്? ഡോക്ടറിന്, പേഷ്യന്റിന്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റാഫ് എന്ന് എഴുതാം. പിന്നെ പേഷ്യന്റിന്റെ വിലപിടിച്ച സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം. പിന്നെ ഇത് നമ്മൾ നോട്ട് ചെയ്താണ്. സെക്യൂരിറ്റി ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എന്താണ്? പാനിക് ബട്ടൺ. പിന്നെ അടുത്തതും നോട്ട് ചെയ്യുക. അവിടെ അണ്ടർലൈൻ ഉണ്ട് ഓൾറെഡി. റോൾ ഓഫ് ഷട്ടർ കൊടുക്കുക. സ്ട്രാറ്റജിക് പ്ലേസ് ഫോർ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് അത്രയൊക്കെയാണ് അതിൽ നിന്ന് വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. അടുത്തത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു.